നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ കളികൾക്ക് ശേഷം LSG ഒരു കളി ജയിച്ചിരിക്കുന്നു. അതും നിലവിലെ ചാമ്പ്യന്മാരായ RCBയെയാണ് അവർ തോൽപ്പിച്ചത്. അതൊരു ചെറിയ വിജയമല്ല, ഉജ്ജ്വല വിജയമാണ്. 9 റണ്ണിൻ്റെ വിജയമാണ്. ഡക്വർത്തി ലൂയിസ് നിയമപ്രകാരം 9 റണ്ണിൻ്റെ വിജയമാണ് LSGക്ക് ലഭ്യമായത്. യഥാർത്ഥത്തിൽ മഴ മൂലം പലതവണ മഴ വന്നതിനെ തുടർന്ന് കളി 19 ഓവറാക്കി വെട്ടിച്ചുരുക്കിയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് 19 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 209 റണ്ണാണ് നേടിയത്. പിന്നീട് ഡക്വർത്തി ലൂയിസ് നിയമപ്രകാരം ഇത് വിജയലക്ഷ്യം 213 പുനർനിർണയിച്ചു. RCBക്ക് 19 ഓവറിൽ 213 റൺ എടുക്കേണ്ടി വന്നു. എന്നാൽ അവർക്ക് 19 ഓവറിൽ 203 റൺ എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ 9 റണ്ണിന് ലക്നൗ സൂപ്പർ ജയൻസ് ജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി മിച്ചൽ മാർഷ 56 പന്തിൽ 111 റണ്ണെടുത്ത് ഉജ്ജ്വലമായി ബാറ്റ് ചെയ്തു. 9 ഫോറും 9 സിക്സറും ആ ഇന്നിങ്സിൽ ഉൾപ്പെടുന്നു. പിന്നീട് അവസാന ഘട്ടത്തിൽ ഋഷഭ് പന്ത് 10 പന്തിൽ, ക്യാപ്റ്റനായ ഋഷഭ് പന്ത് 10 പന്തിൽ 32 റണ്ണടിച്ച് ഗംഭീര ഫിനിഷ് കൊടുത്തു LSGക്ക്. തുടർന്ന് RCBയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. ജേക്കബ് ബത്തൽ, ഓപ്പണർ ജേക്കബ് ബത്തൽ 4 റണ്ണിനും സൂപ്പർ താരം വിരാട് കോഹ്ലി റണ്ണൊന്നും എടുക്കാതെയും ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചെത്തി. ഒരു ഘട്ടത്തിൽ 16-2 എന്ന നിലയിലായിരുന്നു അവർ. പിന്നീട് രജത് പട്ടിദാറും ദേവദത്ത് പടിക്കലും ചേർന്നുള്ള ഒരു നല്ല കൂട്ടുകെട്ട് നന്നായിട്ട് വന്നതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ദേവദത്ത് പടിക്കൽ 34 റണ്ണെടുത്ത ദേവദത്ത് പടിക്കൽ പുറത്തായി. എന്നാൽ രജത് പട്ടിദാർ പിന്നീടും തകർത്തടിച്ച് 31 പന്തിൽ 61 റൺ നേടിയെങ്കിലും കളി കൂടുതൽ മുന്നോട്ട് നയിക്കാൻ, RCBയെ മുന്നോട്ട് നയിക്കാൻ രജത് പട്ടിദാറിന് കഴിഞ്ഞില്ല. പിന്നീട് വന്ന ടിം ഡേവിഡ് നന്നായി കളിച്ചു, നന്നായി ബാറ്റ് ചെയ്ത് 40 റണ്ണെടുത്തു. റൊമേരിയോ ഷെഫേർഡ് 28 റണ്ണെടുത്തു. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയും നന്നായി കളിച്ചു. പക്ഷേ ഇവർക്കൊന്നും കളി ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. കളി RCBക്ക് അനുകൂലമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ലക്നൗ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിൻസ് യാദവ്, ഈ IPLൽ ആകെ മികച്ച ഫോമിലുള്ള പ്രിൻസ് യാദവ് 4 ഓവറിൽ 33 റൺ മാത്രം ഇട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തി. അതുപോലെ തന്നെ അവരുടെ ലെഫ്റ്റ് ആം സ്പിന്നർ ഷഹബാസ് അഹമ്മദ് 2 വിക്കറ്റ് വീഴ്ത്തി. ഇവർ രണ്ടുപേരും കാര്യമായ സംഭാവന ബൗളിങ്ങിൽ നൽകി. ഒപ്പം അവസാന ഓവർ എറിഞ്ഞ ദിഗ്വേഷ് റാട്ടിയെയും മറക്കാനാവില്ല. റാട്ടി അവസാനം ടൈറ്റായി ബൗൾ ചെയ്ത് LSGക്ക് വേണ്ടി കളി നല്ല നിലയിൽ ഫിനിഷ് ചെയ്തു. എന്തായാലും LSG ഇപ്പോഴും ഈ കളി തുടങ്ങുന്നതിന് മുമ്പും പോയിൻ്റ് പട്ടികയിൽ അവസാനമായിരുന്നു. ഈ കളി ജയിച്ചതുകൊണ്ട് മാത്രം അവർക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ അവസാന സ്ഥാനത്താണ് പോയിൻ്റ് പട്ടികയിൽ. 3 കളിയാണ് ഇതുവരെ ജയിച്ചത്, 10 കളി കളിച്ചിട്ട്. അപ്പം ഇനി എത്രത്തോളം അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുമെന്ന് അടുത്ത കളികളിൽ മാത്രമേ പറയാൻ കഴിയൂ. അതേസമയം RCB ഈ കളി ജയിച്ചിരുന്നെങ്കിൽ പോയിൻ്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് എത്തുമായിരുന്നു. പക്ഷേ ഈ കളി ജയിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ 3-ാം സ്ഥാനത്തായിരുന്നു, അവിടെ തന്നെ തുടരുകയാണ്.